മനോരമയും മാതൃഭൂമിയും പോലുള്ള പത്രങ്ങൾ ദിവസവും ജാക്കറ്റ് പരസ്യമാണ്. ഇത് തെലങ്കാന സർക്കാരിൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയൊന്നുമല്ല. കേരളത്തിലെ കോൺഗ്രസ് അനുകൂലമായ നിലപാട് സ്വീകരിക്കുക, അതിന് പകരം നിങ്ങൾക്ക് പണം നൽകുന്നു. ഇതാണ് അതിൻ്റെ പിന്നിലുള്ളത്. കേരളം 1ാം സ്ഥാനത്തോ 2ാം സ്ഥാനത്തോ ആണെങ്കിൽ യു പി എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് ജനസംഖ്യ മാത്രമാണ് യു പി ഒന്നിൽ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ഹരിയാനയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് കോഴ നൽകിയതിൻ്റെ വാർത്ത മലയാളത്തിലെ മാധ്യമങ്ങളെല്ലാം മുക്കി. BJPയുടെ വാർത്താസമ്മേളനം കൊടുത്തില്ലെങ്കിൽ ഇവർക്ക് ഭയമുണ്ട്. കാര്യം ED ഇൻകം ടാക്സിനെയൊക്കെ ഭയമുണ്ട്. അതുകൊണ്ട് BJPയുടെ പത്രസമ്മേളനം എവിടെയാണെങ്കിലും ഇവർ കുറച്ചെങ്കിലും കൊടുക്കും. സർക്കാരിനെ പുകഴ്ത്തുന്നു. ഇതൊന്നും സർക്കാർ പറഞ്ഞിട്ടൊന്നുമല്ല. കലാകാരന്മാരെന്ന് വെച്ചാൽ എപ്പോഴും ജനങ്ങളുടെ പക്ഷം നിൽക്കുന്നവരാണ്. ഉത്തരവാദിത്തമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് സമൂഹത്തോട് തന്നെ ചെയ്യുന്ന ഒരു കുറ്റകൃത്യമാണ്. ഇത് അവർ തിരിച്ചറിയണം. ഇതിൻ്റെ ചെറുപ്പക്കാരുടെ ഇടയിൽ ഉൾപ്പെടെ കേരളത്തിൻ്റെ വികസനം മുതൽ ചർച്ചയാണ്. അപ്പോൾ ഈ കേരള മോഡൽ എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷ മോഡൽ കൂടിയാണ്. കേരളത്തിൽ ഇത്തരം വികസനക്ഷേമ പദ്ധതി നടപ്പാക്കുമ്പോൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും ഇത് നടപ്പാക്കാൻ കഴിയും എന്നുള്ളൊരു സന്ദേശം പോവുകയാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ ജനങ്ങളും ഇതേപോലൊരു വികസനം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ളാവുന്ന ആരാണ്? കോർപ്പറേറ്റുകളാണ്. വൻകിട കോർപ്പറേറ്റുകളുടെ താല്പര്യമാണ് കേരള മോഡൽ അട്ടിമറിക്കുക എന്നുള്ളത്. നമസ്കാരം. കല്ല്, കരട്, കാഞ്ഞീരക്കുറ്റി മുതൽ മുള്ളു മുരട് മൂർഖൻ പാമ്പ് വരെ എന്നൊരു പ്രയോഗമുണ്ട്. തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് ഇങ്ങനെ പലതരം ജീവികളും മറ്റും രംഗപ്രവേശം ചെയ്യും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്താണ് ചില മാധ്യമങ്ങൾ നയതന്ത്ര സ്വർണ്ണക്കടത്ത് എന്ന വലിയൊരു കള്ളക്കഥവുമായി രംഗത്തിറങ്ങിയത്. പക്ഷേ അത് ജനങ്ങൾ പൂർണ്ണമായി തള്ളി. കേരള ചരിത്രത്തിൽ ആദ്യമായി LDF സർക്കാരിന് തുടർഭരണം നൽകി. ഇപ്പോൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കലെത്തി നിൽക്കുന്ന സമയത്ത് ഈ LDF സർക്കാരിനെതിരെ കാര്യമായി ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് മാധ്യമങ്ങളെ വിലക്കെടുത്ത്, അതും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ വികസനം പ്രവർത്തനങ്ങൾ നൽകുന്നത് എന്ന പേരിൽ മാധ്യമങ്ങൾക്ക് കോടികൾ നൽകി അവരുടെ ഒരു പ്രൊപ്പഗണ്ട ഏജൻസിയായി മാധ്യമങ്ങളെ ഉപയോഗിക്കുകയാണ്. ഈ മാധ്യമങ്ങൾ നേരത്തെ തന്നെ UDFൻ്റെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയൊക്കെ കൊഴിലൂത്തുകാരാണ്. ഇപ്പോൾ ഇതാ തെലങ്കാന സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞ് കോടികളുടെ പരസ്യമാണ് മലയാളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. സാജ എന്ത് തോന്നുന്നു സാജ ഇതേക്കുറിച്ച്? പ്രത്യേകിച്ചും മാധ്യമങ്ങൾ സ്വാഭാവികമായും ജനങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നു തന്നെയാണ്. പ്രത്യേകിച്ചും കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇപ്പോഴും ഈ പുതിയ ന്യൂജൻ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴും പത്രം വായിക്കുന്നവരുടെ എണ്ണം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. ഇപ്പം സമീപ ദിവസങ്ങളിൽ വന്ന പരസ്യം, അതിനെ കേവലമായ നമുക്കൊരു പരസ്യമായി കാണാൻ വേണ്ടി കഴിയില്ല. പ്രത്യേകിച്ച് അതിൻ്റെ ടൈമിംഗ് ഒരു പ്രശ്നമാണ്. പിന്നെ എന്തിനാണ് കേരളത്തിൽ ഇങ്ങനെ തെലങ്കാന സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ വളരെ പ്ലാനഡായിട്ട് കോടികൾ ചെലവഴിച്ച് നൽകുന്നത് എന്നുള്ളൊരു വിഷയമുണ്ട്. സാജൻ എന്താണ് ഇതേക്കുറിച്ച് തോന്നുന്നത്? അല്ല, അത് ഈ പബ്ലിക് റിലേഷൻസ് എന്ന് പറയുന്നത് പബ്ലിക് റിലേഷൻസ് ലോകത്ത് അംഗീകരിച്ച ഒരു സംവിധാനമാണ്. എല്ലാ സർക്കാരുകൾക്കും പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. സ്വകാര്യ കമ്പനികൾക്ക് വരെ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ പബ്ലിക് റിലേഷൻസിനെയും പബ്ലിസിറ്റിയൊന്നും നമുക്ക് എതിർക്കാൻ കഴിയില്ല. അത് അംഗീകൃതമായ ഒരു പ്രചാരണ രീതിയാണ്. പക്ഷേ കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികൾ, സാമൂഹ്യക്ഷേമ പദ്ധതികൾ, വികസന പദ്ധതികൾ എന്നിവയെക്കുറിച്ചൊക്കെ പരസ്യം നൽകാറുണ്ട് കാലാകാലങ്ങളിൽ. ഇത് മാത്രമല്ല, ഡൽഹിയിൽ പോലും ചില മാധ്യമങ്ങൾ എന്ന് വെച്ചാൽ കേരള മോഡൽ അല്ലെങ്കിൽ വികസനത്തിൻ്റെയും ക്ഷേമത്തിൻ്റെയൊക്കെയുള്ള നൂതന മാർഗങ്ങളും ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന രീതികളൊക്കെ ജനങ്ങളിലെത്തിക്കുക, അത് നാട്ടിലെ മറ്റു ഭാഗങ്ങളിൽ ഒരു സന്ദേശം നൽകുക, ഇതിനൊക്കെ പ്രചരണവും പബ്ലിസിറ്റിയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഇപ്പോൾ അതല്ല. ഇപ്പോൾ നടക്കുന്നത്, ഇപ്പോൾ തെലങ്കാന സർക്കാർ പൊടുന്നനവേ കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുമ്പ് കേരളത്തിലെ പ്രധാന പത്രങ്ങൾക്ക് കോടികളെന്ന് പറഞ്ഞാൽ മനോരമയും മാതൃഭൂമിയും പോലുള്ള പത്രങ്ങൾ ദിവസവും ജാക്കറ്റ് പരസ്യമാണ്. ഒരു ജാക്കറ്റ് പരസ്യം ഓൾ എഡിഷൻ നൽകണമെങ്കിൽ 2 കോടിയോളം രൂപയൊക്കെ ആവും. അപ്പോൾ ഈ തുടർച്ചയായിട്ട് ഇങ്ങനെ നൽകുകയാണ്. ഇപ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിൽ? തെലങ്കാനയിലെ കോൺഗ്രസ് സർക്കാർ, കേരളത്തിലെ മാധ്യമങ്ങൾ. അപ്പോൾ ഈ കോൺഗ്രസിനെ വിൽക്കാനുള്ള ഒരു ടൂളായി കേരളത്തിലെ മാധ്യമങ്ങൾ മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇത് പണ്ട് ഈ പെയ്ഡ് ന്യൂസ് എന്നൊക്കെ പറഞ്ഞ് പെയ്ഡ് ന്യൂസൊക്കെ വളരെ പ്രധാനപ്പെട്ട ചർച്ചയായിട്ട് വന്നതാണ്. അതിൻ്റെയൊക്കെ ഏറ്റവും മോശമായ രീതിയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഇത് പണം നൽകുന്നത് എന്തിനാണ് തെലങ്കാന സർക്കാർ കേരളത്തിലെ മാധ്യമങ്ങളിൽ ഇത്രയും പരസ്യം നൽകുന്നത്? ഈ പെട്ടെന്ന് അത് വളരെ കൃത്യമായ അതിൻ്റെ കാരണം എന്താണ്? ഇത് തെലങ്കാന സർക്കാരിൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ അവർക്ക് വേറെ ഒരുപാട് വഴികളുണ്ട്. ഇതെന്താണ്? കേരളത്തിലെ കോൺഗ്രസ് അനുകൂലമായ നിലപാട് സ്വീകരിക്കുക, അതിന് പകരം നിങ്ങൾക്ക് പണം നൽകുന്നു. ഇതാണ് അതിൻ്റെ പിന്നിലുള്ളത്. അല്ലാതെ വേറൊരു കാരണം ഇതിൻ്റെ പിന്നിൽ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. ഇതിപ്പോൾ നേരത്തെ ഗുജറാത്തിൽ നരേന്ദ്രമോദി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഇതുപോലെ വ്യാപകമായി മലയാളത്തിലെ പത്രങ്ങൾക്ക്
പരസ്യം നൽകിയിട്ടുണ്ട്. UP സർക്കാർ പ്രത്യേകിച്ചും UPയിൽ ന്യൂനപക്ഷ വേട്ട നടക്കുന്ന സമയത്ത് വലിയ പ്രതിഷേധം ഉയർന്നു വരുന്ന സമയത്ത് ഇവിടുത്തെ മാധ്യമങ്ങളെ, എനിക്ക് തോന്നുന്നു അന്ന് മാധ്യമങ്ങളെ ബാക്കിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടിയാണെന്ന് തോന്നുന്നു. അന്ന് മാതൃഭൂമി, മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾക്ക് UPയിലെ വികസനത്തെക്കുറിച്ച്, ഒരു ടൂറിസം മാത്രമല്ല, ടൂറിസമൊക്കെ ആണെങ്കിൽ പിന്നെ ലോകത്തുള്ള എല്ലാവരും ടൂറിസം വികസനം അറിയണമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ നൽകാറുണ്ട്. കേരളവും വിദേശ രാജ്യങ്ങളിൽ പോലും അവരുടെ കേരളം ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയും വിദേശ സഞ്ചാരികളെ ആകർഷിക്കുന്നതിന് വേണ്ടി പരസ്യം ചെയ്യുന്നുണ്ട്. നമ്മളൊരുപാട് ക്യാമ്പയിനുകളും നടത്തുന്നുണ്ട്. പക്ഷേ ഇത് അവിടുത്തെ ചെറിയ ചെറിയ സംഗതികൾ പോലും കേരളത്തിൽ പരസ്യം ചെയ്യും. അതാണ് ഇപ്പം തെലങ്കാന ഗവൺമെൻറ്റിൻ്റെ പരസ്യവും വന്നിട്ടുള്ളത്. ഇത് വായിക്കുമ്പോൾ ഇപ്പോൾ സാജൻ ഡൽഹിയിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ അറിയാം. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കേരളത്തിലെ വികസന പ്രവർത്തനം, പ്രത്യേകിച്ച് കിഫ്ബിയായിട്ട് ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങളെ രാജ്യത്തെ മാധ്യമങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് രാജ്യത്തെ ജനങ്ങൾ അറിയുന്നതിന് വേണ്ടി ഡൽഹിയിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലൊക്കെ വാർത്താ സമ്മേളനം മറ്റ് ഇതൊക്കെ നടത്തിയ സമയത്ത്, PRD നടത്തിയ സമയത്ത് അതിരൂക്ഷമായി പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്തവരാണ് കേരളത്തിലെ ചില മാധ്യമങ്ങളും പ്രത്യേകിച്ചും കോൺഗ്രസും. സാധനത എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? അല്ല, ഇതേ ഇപ്പം ഈ യു പി സർക്കാരിൻ്റെയൊക്കെ പരസ്യം പണ്ട് വന്നു, പക്ഷെ അതുകൊണ്ട് പ്രയോജനം ഉണ്ടായില്ല. ഇന്ന് മാത്രമല്ല, UPയിൽ എന്താണ് സാഹചര്യമെന്നും അവിടുത്തെ എന്താണ് അവസ്ഥയെന്നും എല്ലാവർക്കും മനസ്സിലായി. അതല്ല, കേരളത്തിന് പകർത്താൻ പറ്റുന്ന വികസന മാതൃകയെന്ന് UPയിൽ ഇവിടെ കൊണ്ട് അവതരിപ്പിക്കാനില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് മറ്റ് പല കാരണങ്ങളാണ്. കോവിഡ് കാലം മാത്രമല്ല, മറ്റ് പല വികസന സൂചികയും കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ നിതി ആയോഗിൻ്റെ സൂചിക, റിസർവ് ബാങ്ക് റിപ്പോർട്ടുകൾ, ഇതര കേന്ദ്ര സർക്കാർ മന്ത്രാലയങ്ങളുടെ റിപ്പോർട്ടുകൾ, എല്ലാ ഔദ്യോഗിക സംവിധാനങ്ങളുടെയും റിപ്പോർട്ടുകൾ വരുമ്പോൾ കേരളം എവിടെ നിൽക്കുന്നു, കേരളം 1ാം സ്ഥാനത്തോ 2ാം സ്ഥാനത്തോ ആണെങ്കിൽ UP എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് ജനസംഖ്യ മാത്രമാണ് UP ഒന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം നിഷ്ഫലമായി പോയി. അതുപോലെ തന്നെ ഇതും നിഷ്ഫലമായി പോയി, ഇവരുടെ ഈ പണമൊഴുക്ക്. അത് വേറൊരു സത്യം. പക്ഷേ ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും നമ്മൾ എതിർക്കുന്നത് അല്ലെങ്കിൽ ഇതിന് അപലപനീയമായ ഒരു സംഗതി എന്ന് പറയുന്നത് വളരെ നഗ്നമായ രീതിയിൽ ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലമുണ്ട്. കാരണം പിന്നെ പത്രങ്ങൾ നോക്കുമ്പോൾ പല വാർത്തകളും, ഉദാഹരണത്തിന് ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്, എന്നാലും അത് ആവർത്തിക്കേണ്ടി വരുന്നു. കഴിഞ്ഞ ദിവസം ഹരിയാനയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് കോഴ നൽകിയതിൻ്റെ വാർത്ത മലയാളത്തിലെ മാധ്യമങ്ങളെല്ലാം മുക്കി. അതേസമയം ഇന്നിപ്പം ഡൽഹിയിൽ പോയി BJPക്കാർ ഈ വിഷയത്തിൽ പത്രസമ്മേളനം നടത്തി. അത് ചില പത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ BJPയുടെ വാർത്താ സമ്മേളനം കൊടുത്തില്ലെങ്കിൽ ഇവർക്ക് ഭയമുണ്ട്. കാര്യം ED, ഇൻകം ടാക്സിനെയൊക്കെ ഭയമുണ്ട്. അതുകൊണ്ട് BJPയുടെ പത്രസമ്മേളനം എവിടെയാണെങ്കിലും ഇവർ കുറച്ചെങ്കിലും കൊടുക്കും. അല്ലാതെ ഇപ്പോൾ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഇവർ നിരന്തരം പറയുന്നത്, ഞങ്ങൾക്ക് ഇവിടെ കേരളത്തിൽ എന്താണ് ഇവർ പറയുന്നത്, ഞങ്ങൾക്ക് കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ പറയുന്നത് ഞങ്ങൾക്ക് ഭരണമില്ല, പൈസ ഇല്ല. പക്ഷേ അവർക്ക് പൈസ ഭരണമെല്ലാം ഉണ്ടെന്നുള്ളതിന് തെളിവാണല്ലോ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് വളരെ ഒരിക്കലും നമ്മുടെ ഒരു പത്രധർമ്മത്തിൻ്റെ ഒരു അംശം പോലും ഇപ്പോൾ എല്ലാ മാധ്യമങ്ങൾക്കും പക്ഷപാതമുണ്ട്. കാരണം എല്ലാ മാധ്യമങ്ങളിലും പണം മുടക്കുന്നവരാണ് അതിൻ്റെ മുതലാളി. പക്ഷേ എന്നാൽ പോലും മാധ്യമത്തിൻ്റെ നിഷ്പക്ഷതയുടെ ഒരു ചെറിയൊരു മൂടോടാണിയാണെങ്കിലും എല്ലാവരും ശ്രമിക്കാറുണ്ട്. പക്ഷേ അതൊന്നും ഇപ്പം കാണുന്നില്ല. വളരെ നഗ്നമായിട്ടാണ് ഇവർ പക്ഷപാതം ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പിന്നെ ഭരണപക്ഷത്തെ വിമർശിക്കുക, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് മാധ്യമങ്ങൾ നിർവഹിക്കേണ്ട കടമ തന്നെയാണ്. അക്കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല. നമ്മുടെ ദേശാഭിമാനിയും ഇതുപോലെ ഈ UDF ഭരിക്കുന്ന കാലത്ത് അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പക്ഷേ അതിനൊരു സീമയുണ്ട്, അതിലെങ്കിൽ ഇപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം, ഇപ്പോൾ മനോരമയിൽ വന്ന ഈ ക്ഷേമനിധി, വളരെ പാവപ്പെട്ട ആളുകൾക്ക് നൽകുന്ന ക്ഷേമനിധി പെൻഷൻ, ആ പെൻഷൻ അടുത്ത മാസത്തേത് മുടങ്ങാതിരിക്കാൻ സർക്കാർ ഒരു കരുതൽ കാണിച്ചതിനെ പന്നിയെ വെടിവെക്കുന്നതിന് ഉള്ള മറ്റേ ഉത്തരവ് ഇനി എന്നാണ് ഇറങ്ങാമെന്നുള്ള കാർട്ടൂൺ കൊടുത്തു കണ്ട് പരിഹസിച്ച ഒരു മലയാളത്തിലെ ഒരു പ്രമുഖ പത്രം എന്ന് പറയുന്ന മനോരമയുടെ ഇത്രയും താഴാൻ പാടില്ല. കാരണം വിമർശനമാവാം, വിമർശിക്കുന്നതിന് യാതൊരു ഇതില്ല. വിമർശിച്ചാൽ തന്നെ ചില വിമർശനങ്ങൾ തന്നെയാണ് നമ്മളെ കൂടുതൽ നമുക്ക് ശക്തമായി മുന്നോട്ട് പോകാനുള്ള ഒരു കരുത്തൊക്കെ നൽകലും. ശരി, എവിടെയെങ്കിലും ഉദ്യോഗസ്ഥ തലത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പിഴവുകളുണ്ടെങ്കിൽ അത് തിരുത്താനൊക്കെ വിമർശനങ്ങളല്ല. പക്ഷേ വിമർശനത്തിനും ഒരു രീതിയിൽ, പ്രത്യേകിച്ചും വീക്ഷണം പോലും ചെയ്യാത്ത ഒരു രീതിയിലേക്കുള്ള ഒരു വാർത്തയല്ലേ മനോരമ കൊടുത്തിരിക്കുന്നത്? തീർച്ചയായിട്ടും. കാര്യം ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് 62 ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഈ തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ നിലവിൽ വന്ന് അതിൻ്റെ ഉത്തരവ് ഇറങ്ങിയാൽ അത് വേണമെങ്കിൽ പ്രകടനമായി. അതുകൊണ്ട് സംസ്ഥാന സർക്കാർ വളരെ നേരത്തെ തന്നെ ഇതിനുള്ള ഉത്തരവുകളും ക്രമീകരണങ്ങളും എല്ലാം നേരത്തെ ഇവർ പറഞ്ഞിരുന്നത് സർക്കാരിൻ്റെ കയ്യിൽ പൈസ ഇല്ല, അതുകൊണ്ട് കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ. ഇപ്പം മുൻകൂട്ടി ഉത്തരവ് ഇറക്കിയത് ഒരു അപരാധമായി കണ്ടാണ് മനോരമ വാർത്ത നൽകിയെന്ന് മാത്രമല്ല കാർട്ടൂണും വളരെ നികൃഷ്ടമായ രാജ്യത്തെ ഇന്ന് മാത്രമല്ല ഈ വോട്ടർമാരെയും ജനങ്ങളെയൊക്കെ വളരെ അവരുടെ ആ ഒരു ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു കൈകാര്യം ചെയ്തിരിക്കുകയാണ് മനോരമ ഇന്ന്. ആ കാർട്ടൂൺ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് എന്ന് വെച്ചാൽ അത്
ഈ പറഞ്ഞ പോലെ ആധുനിക കാലത്ത് ഈ മാധ്യമങ്ങൾ എത്രത്തോളം മനുഷ്യത്വവിരുദ്ധമായി മാറിയിരിക്കുന്നു എന്നുള്ളതിന് ഒരു തെളിവാണ്. ജനങ്ങൾക്ക് അവരുടെ ഒരു ഇപ്പോൾ ഈ പറയുന്നത് ഇപ്പോൾ ഇടയ്ക്ക് കോൺഗ്രസ്സുകാർ പറയാറുണ്ട് ഞങ്ങൾക്കിപ്പോൾ സീരിയൽ കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മറ്റ് ടെലിവിഷൻ പരിപാടികളിലൊക്കെ സർക്കാരിനെ പുകഴ്ത്തുന്നു. ഇതൊന്നും സർക്കാർ പറഞ്ഞിട്ടൊന്നുമല്ല. കലാകാരന്മാരെന്ന് വെച്ചാൽ എപ്പോഴും ജനങ്ങളുടെ പക്ഷം നിൽക്കുന്നവരാണ്. നാട്ടിൽ ഇപ്പോൾ ഈ സീരിയൽ എഴുതുന്നവരായാലും മറ്റ് പരിപാടികളിലൊക്കെ തിരക്കഥ എഴുതുന്നവരായാലും അവരൊക്കെ ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്നവരാണ്, പുരോഗമനവാദികളാണ്. അപ്പോൾ അവരറിയാതെ അവരുടെ ഹൃദയത്തിൽ നിന്നോ മനസ്സിൽ നിന്നോ ഇത്തരം ചിലപ്പോൾ അവരറിയാതെ വന്നുകൊണ്ടിരിക്കും. അല്ലാതെ സീരിയലിൻ്റെയും മറ്റും തിരക്കഥ എഴുതുന്നവർക്ക് സർക്കാർ പൈസ കൊടുത്തിട്ടൊന്നും അല്ല ചെയ്യുന്നത്. ഇതെല്ലാം അറിയാം. അവർ വളരെ ആത്മാഭിമാനമുള്ള ആളുകളാണ്. അപ്പോൾ അവരുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പരാമർശം നടത്തി കോൺഗ്രസ്സുകാർ കാണാതെ ഇപ്പോൾ സർക്കാർ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി അവരുടെ വികസനത്തിന് വേണ്ടിയും നടപടി സ്വീകരിക്കുന്നതിനെ ഒരു വളരെ ദുഷ്ടലാക്കോടെയാണ് ഇവർ ഇത്തരം രീതിയിൽ വാർത്തകൾ കൈകാര്യം ചെയ്യുന്നത്. ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാകും എന്നുള്ളത് ഇവർ തിരിച്ചറിയുന്നില്ല. ഇപ്പോൾ അതാണ് ഇപ്പോൾ ഈ മാധ്യമങ്ങളുടെ വിശ്വാസ്യത ചോർത്തുന്നത് മാധ്യമങ്ങളെ നയിക്കുന്നവർ തന്നെയാണ്, അല്ലാതെ വേറെ ആരുമല്ല. ഇപ്പം 2021 തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ മാധ്യമങ്ങൾ നടത്തിയ ക്യാമ്പയിൻ നയന്ത്ര സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടാണ്. അന്ന് എഴുതിയത് ശരിക്കൊരു വലിയ പുസ്തകം ഇറക്കാവുന്ന അപസർപ്പക കഥകൾ എന്ന് പറഞ്ഞിട്ട്, മാധ്യമങ്ങളുടെ അപസർപ്പക കഥകൾ എന്ന് പറഞ്ഞിട്ട് പുസ്തകം ഇറക്കാവുന്നതാണ്. എന്തെല്ലാം പറയും, ബിരിയാണി ചെമ്പിൽ സ്വർണ്ണം കടത്തി എന്ന് പറഞ്ഞത്, ഈന്തപ്പഴത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ കുരു സ്വർണ്ണം കടത്തുന്നത്, ഖുറാനിൽ സ്വർണ്ണം കടത്തുന്നത്. ഖുറാനിൽ സ്വർണ്ണം കടത്തി എന്ന് പറഞ്ഞത് ഞാൻ നേരിട്ട് കേട്ടതാണ്. നിയമസഭകത്ത് KM ഷാജി, മുസ്ലിം ലീഗിൻ്റെ MLA ആയിരുന്ന അന്ന് MLA ആയിരുന്ന KM ഷാജിയാണ് ഖുറാനകത്ത് സ്വർണ്ണം കടത്തി എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ ഓലപ്പായക്കകത്ത് ഡോളർ കടത്തി എന്ന് പറഞ്ഞത്. ഇതെല്ലാം പറഞ്ഞിട്ടും കേന്ദ്ര ഗവൺമെൻറ് CBI, ED, NIA തുടങ്ങിയ എല്ലാ ഏജൻസിയും തലങ്ങും വിലങ്ങും അന്വേഷിച്ചിട്ടും ഒരു ചെറിയ അപാകത പോലും കണ്ടെത്താനില്ല. പക്ഷേ ഈ സ്വർണ്ണം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പിടിച്ചു എന്നൊരു സത്യമാണ്. പക്ഷേ അത് ആർക്ക് വന്നു, എന്തിനു കൊണ്ടുവന്നു എന്നുള്ളതോ, അല്ലെങ്കിൽ അന്നത്തെ UAE കോൺസുലേറ്റ് അറ്റാഷ എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെട്ടുന്നോ, അറ്റാഷയെ UAE പോയി ചോദ്യം ചെയ്യാനൊന്നും ഒരു നടപടിയില്ല. പക്ഷേ ഇതെല്ലാം കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് നേരെയും അന്നത്തെ മന്ത്രിയായിരുന്ന KT ജലീലിന് നേരെയും അന്നത്തെ സ്പീക്കറായിരുന്ന P ശ്രീരാമകൃഷ്ണന് നേരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെയും കൊണ്ടുവന്ന് അവിടെ ലാൻഡ് ചെയ്യിക്കാൻ ശ്രമിച്ചു. പക്ഷേ സാജൻ പറഞ്ഞതുപോലെ അതിന് തൊട്ട് ശേഷം നടന്ന 2020 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ഭൂരിപക്ഷത്തോടെ LDF സർക്കാർ, അതായത് കേരളത്തിലെ ജനങ്ങളുടെ സാജൻ പറഞ്ഞ പോലെ ഈ മാധ്യമങ്ങളെല്ലാം, കാരണം ഈ പറയുന്ന മനോരമയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്നതെന്ന് പറയുന്നത്, അതുപോലെ മാതൃഭൂമി, ഈ ചാനലുകൾ കാണുന്ന ഏഷ്യാനെറ്റ് അടക്കമുള്ള ചാനൽ കാണുന്ന ജനങ്ങൾ തന്നെയാണ് പോളിംഗ് ബൂത്തിൽ പോയി LDFന് വെച്ച്. അപ്പോൾ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പും അത് സ്വാഭാവികമാണ്. പക്ഷേ ഇതിൻ്റെ അകത്തൊരു പ്രശ്നം എന്താ വെച്ചാൽ, എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇങ്ങനെ ഈ നമ്മൾ കുനിയാൻ പറയുമ്പോൾ മുട്ടിലെഴിയുന്ന ഒരു പണ്ട് അടിയന്തരാവസ്ഥക്കാലത്ത് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോഗങ്ങളിലൊന്നാണ് കുനിയാൻ പറഞ്ഞപ്പോൾ മാധ്യമങ്ങൾ മുട്ടിലെഴിഞ്ഞു എന്നുള്ളത്. അതിൻ്റെ തന്നെ ഒരു തനിയാവർത്തനമല്ലേ ഇത്? അല്ല, ഇത് വേറൊരു കാര്യം. ഈ നയന്ത്രമുള്ള കാലത്ത് മാത്രമല്ല, വേറെ വലിയ വിഷയമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇതേപോലെ അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഒരു ജാഥ നടത്തി. ആ ജാഥ കൊല്ലത്തെത്തിയപ്പോൾ ഉയർന്നൊരു ആരോപണമുണ്ട്, കേരളത്തിൻ്റെ തീരം വിൽക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അന്നത്തെ ഫിഷറീസ് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെ ആരോപണം ഉന്നയിക്കുകയും അത് വലിയൊരു ഇതായിട്ട് വരികയും ചെയ്തു. അപ്പോൾ അത് വളരെ യഥാർത്ഥത്തിൽ മറ്റൊരു സ്ഥലത്ത് പ്രതിഫലിച്ചില്ലെങ്കിലും കൊല്ലത്ത് അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് മണ്ഡലത്തിൽ. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ വളരെ വെറും ബാലിഷ്യമായ ഒന്നാമത് കേരളത്തിൻ്റെ ആഴക്കടലിൽ ലൈസൻസ് കൊടുക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ല. അത് കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ വരുന്നതാണ്. ഇത്ര നോട്ടിക് മൈലിൽ കൂടുതൽ പരിധിയിൽ അപ്പുറം വരുന്നത് കേന്ദ്ര സർക്കാരിൻ്റെയാണ്. കേന്ദ്ര സർക്കാരിന് അധികാരമുള്ളൂ. ഇല്ലാത്തൊരു ഇത് കാണിച്ച് ചില ഗൂഢാലോചനകളുടെ ഫലമായിട്ടാണ് ആ വാർത്ത കൊണ്ടുവന്നത്. എന്നിട്ട് അത് എവിടെ പോയി? അപ്പോൾ ഇതേപോലുള്ള ഓരോ സംഭവങ്ങളും അതൊരു ബോംബെന്ന് പറഞ്ഞ് കൊണ്ടുവരികയാണ്. ഇങ്ങനെ ഇപ്പോഴത്തെ പ്രദേശം ചില ബോംബിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കാര്യം ഈ ബോംബെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ബോംബെന്ന് പ്രയോഗം വളരെ തെറ്റായ പ്രയോഗമാണ്. കാര്യം ഈ ബോംബ് പണ്ട് അമേരിക്ക നാഗസാക്കിയിൽ ഹിറോഷിമയിൽ അണുബോംബിട്ടു. അതേപോലെ ബോംബ് പ്രയോഗിക്കുക എന്ന് പറയുന്നത് വൻതോതിൽ നാശം സൃഷ്ടിക്കുന്നതാണ്. അതുപോലെയാണ് വാർത്താ ബോംബുകളെന്ന് പറയുന്നത് അതിൻ്റെ ഭവിഷ്യത്ത് ആലോചിക്കാതെ പ്രയോഗിക്കുന്ന സംഭവമാണ് ബോംബെന്ന് പറയുന്നത്, സമൂഹത്തിൽ അത് സൃഷ്ടിക്കുന്ന. ഇപ്പോൾ ഒരു വാർത്തകൾ അത് തെറ്റാന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഈ വാർത്തകൾക്ക് ഇരയാവുന്ന ആളുകളുണ്ട്, അവർക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മുടെ പുതിയ തലമുറയ്ക്ക് രാഷ്ട്രീയത്തെക്കുറിച്ചും രാഷ്ട്രീയ പ്രവർത്തനത്തെക്കുറിച്ച് അവമതിപ്പുണ്ടാകാൻ ഇത്തരം സംഭവങ്ങൾ അവർ പിന്നെ ചിലപ്പോൾ ഫോളോ ചെയ്യത്തില്ലായിരിക്കും. അപ്പോൾ ഓരോ ആരോപണങ്ങൾ സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന ഇതുണ്ട്. നിരുത്തരവാദപരമായ ആരോപണങ്ങൾ സമൂഹത്തിൽ ഈ രാഷ്ട്രീയത്തെ പറ്റിയുള്ള അവമതിപ്പുണ്ടാക്കിയ അരാഷ്ട്രീയത്തിലേക്ക് വഴുതി വീഴുകയും ചെയ്യും. ഇതാണ് പിന്നെ മറ്റ് ചില തീവ്രവാദത്തിലേക്കും സമൂഹത്തിൽ ചെറുപ്പക്കാരുടെ അവർക്ക് സമൂഹത്തോടുള്ള ആ ഒരു മതിപ്പ് തന്നെ ഇല്ലാതാവുകയും ചെയ്യും. അപ്പോൾ ഇവർ ചെയ്യുന്നത് ഉത്തരവാദിത്തമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് സമൂഹത്തോട് തന്നെ ചെയ്യുന്ന ഒരു കുറ്റകൃത്യമാണ്. ഇത് അവർ തിരിച്ചറിയണം. മാധ്യമങ്ങൾക്ക് ഇക്കാര്യത്തിൽ പങ്കുണ്ട്. മാധ്യമങ്ങൾ ആരെങ്കിലും വന്ന് ഒരു തെളിവില്ലാതെ, ഇപ്പം സോഷ്യൽ മീഡിയയുടെ കാലമാണ്,
ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ കാലമാണ്. ഒരു ചെക്കിങ്ങും ഇല്ലാതെ, ഒരു ഫാക്ട് ചെക്കിങ്ങും ഇല്ലാതെ ആരും ഒന്ന് എന്ത് പറഞ്ഞാലും അത് മാധ്യമങ്ങളിലേക്ക് ഇങ്ങനെ പ്രവഹിക്കുകയാണ് 27 മണിക്കൂർ. ഇത് സൃഷ്ടിക്കുന്ന കെടുതികൾ നമ്മളാരും ചർച്ച ചെയ്യുന്നില്ല. അത് വളരെ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. മാധ്യമങ്ങൾ എന്തോ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മാധ്യമങ്ങൾക്കുള്ള അസ്വസ്ഥത വളരെ പ്രകടമാണ്. നമ്മൾ നേരത്തെ പലപ്പോഴും പറഞ്ഞതുപോലെ കേരളത്തിൽ 57 കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് വന്നത് മുതൽ കേരളത്തിൽ ഇടതുപക്ഷ ഭരണം, കേരളത്തിൽ മാത്രമല്ല നമ്മൾ ലോകത്ത് എവിടെയും, ഇപ്പം നമ്മൾ ഈ ലോക സാഹചര്യങ്ങൾ അതിനെപ്പറ്റി ഇപ്പം ചർച്ച ചെയ്യേണ്ട സാഹചര്യമല്ല. ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന മൂലധനത്തിന് ഇഷ്ടമില്ലാത്ത നയങ്ങൾ, അവരുടെ സാംസ്കാരിക ഇതിന് പിന്നിലുള്ള ഒരു സാംസ്കാരിക ശക്തിയുണ്ട്. ഇവർക്ക് ഇഷ്ടമില്ലാത്ത ഗവൺമെൻറ്റുകളോ മറ്റ് പ്രാദേശിക സർക്കാരുകളോ എവിടെ വന്നാൽ അതിനെതിരെ നിരന്തരം ക്യാമ്പയിൻ നടത്തുക എന്നുള്ളത് ഒരു വലിയ അമേരിക്കൻ പ്രൊജക്റ്റുണ്ട്. അതിൻ്റെ പല പല മാതൃകകൾ ലോകമെമ്പാടും ഉണ്ട്. അതാണ് കേരളത്തിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇതിലൊരു അത്ഭുതമില്ല. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ സാജൻ പറഞ്ഞ കൂട്ടുകാർക്ക് പിന്നെ നമ്മുടെ വിമോചന സമരത്തെ പ്രോത്സാഹിപ്പിച്ചതും അതിന് ഊർജ്ജം നൽകിയതും CIA ആണെന്ന് പിന്നെ അതിൻ്റെ മേധാവി തന്നെ പിന്നീട് തുറന്നെഴുതിയിട്ടുണ്ട്. അന്ന് കോടിക്കണക്കിന് ഡോളർ അന്നത്തെ കേരളത്തിലേക്ക് ഒഴുക്കിയതും പല ആളുകളും അത് വാങ്ങിയതും പിന്നീട് അതിന് നേതൃത്വം കൊടുത്ത ചില ആളുകൾ പിന്നീട് കേരളത്തിൽ തന്നെ ആളുകൾ പിന്നീട് അവസാന കാലത്തൊക്കെ അവർ തുറന്നു പറയുകയും ഡയറക്റ്റായിട്ട് ഇൻഡയറക്റ്റായിട്ട് തുറന്നു പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അന്നുണ്ടായത് EMS നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയാണ് അന്ന്. ഇതിപ്പം തുടർഭരണം എന്ന് പറഞ്ഞാൽ 2 വർഷം കേരള ചരിത്രത്തിൽ ആദ്യമായി ഇപ്പോൾ 10 വർഷം പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ ഭരിക്കുക, വീണ്ടും LDF സർക്കാരിന് അധികാരത്തിൽ വരുന്ന എല്ലാ സാഹചര്യമുണ്ട്. അപ്പോൾ അത് അട്ടിമറിക്കുന്നതിന് വേണ്ടി പുതിയ രൂപം, ഇപ്പോൾ CIAയിൽ നിന്ന് പണം കിട്ടാത്തതുകൊണ്ടാണോ അല്ലെങ്കിൽ ഈ കേന്ദ്രത്തിലൊന്നും കോൺഗ്രസിന് ഭരണം ഇല്ലാത്തതുകൊണ്ട് ആ രീതിയിലൊരു ലിങ്ക് ഇല്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല. അപ്പോൾ ഒരു പുതിയ മാർഗം, ഖനി മാഫിയ അതുപോലുള്ള ആളുകൾക്ക് വലിയ സ്വാധീനമുള്ള തെലുങ്കാന പോലുള്ള സർക്കാരിൽ നിന്ന് കോടികൾ ഇങ്ങോട്ട് ഒഴുക്കുക. അതുപോലെ തന്നെയാണ്. പക്ഷേ ഇത് പറയുന്ന ഇതേ തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ ബുൾഡോസർ രാജ് നടത്തിയിട്ട് അവിടെ വീട് പണിത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒരാൾക്കും വീട് പണിത് കൊടുത്തില്ല. അത് ചോദിക്കാൻ പിന്നെ രമേശ് ചെന്നിത്തലയോ VD സതീശനോ PK കുഞ്ഞാലിക്കുട്ടി ഇല്ല എന്നുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അത് വീണ്ടും ആ ചോദ്യങ്ങൾ ഉന്നയിച്ചു. അപ്പോൾ അത് എന്ന് വെച്ചാൽ ഇപ്പം നമ്മളിപ്പോൾ ഈ പണ്ട് 1957 സ്ഥിതിയല്ല. ഇപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് വൻകിട കോർപ്പറേറ്റുകളുണ്ട് ഈ പറഞ്ഞതുപോലെ. അപ്പം ശതകോടീശ്വരന്മാർ ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഇവരുടെ താല്പര്യവും അമേരിക്കൻ മുതലാളിത്തത്തിൻ്റെ താല്പര്യം തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. കാര്യം ഇതെല്ലാം കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ്. അതുകൊണ്ട് പഴയതുപോലെ അവിടെ നിന്ന് പണം പണമൊന്നുമില്ല. ഇപ്പം അവർക്ക് അവരുടെ സ്വാധീനത്തിലുള്ള ഇതെല്ലാമുള്ള ആ ശൃംഖലയ്ക്ക് ഇവിടെ നിന്നും പണം ഒഴുകാൻ പറ്റും. അപ്പോൾ അതാണ് സംഭവം. അപ്പോഴേ കേരളം പോലൊരു സംസ്ഥാനത്ത് ഇതിനകത്ത് വേറെ കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. കാര്യം ഈ കേരളത്തിൻ്റെ വികസന മാതൃക ഇന്ത്യയിൽ എവിടെയും ചർച്ചയാണ്. ഉത്തരേന്ത്യയിലെ ചെറുപ്പക്കാരുടെ ഇടയിൽ ഉൾപ്പെടെ കേരളത്തിൻ്റെ വികസന മാതൃക ചർച്ചയാണ്. അപ്പോൾ ഈ കേരള മോഡൽ എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷ മോഡൽ കൂടിയാണ്. അത് കേരളത്തിൻ്റെ വികസനത്തിൽ ഇടതുപക്ഷം മാത്രമൊന്നുമില്ല, പഴയ നമ്മൾ പുരോഗമന ഇത് വെച്ച് കഴിഞ്ഞാൽ നവോത്ഥാനം, മിഷണറിമാർ, സാമൂഹിക പരിഷ്കർത്താക്കൾ എല്ലാവരും പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോയത് ഇടതുപക്ഷമാണ്. അപ്പോൾ ഈ ഒരു ഇടതുപക്ഷ ആശയം, കേരളത്തിലെ സർക്കാരിൻ്റെ വിജയം എന്ന് പറയുന്നത് ഇടതുപക്ഷ ആശയങ്ങളുടെ വിജയമാണ്. ഇത് വിജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉത്തരേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ അറിയാം നമ്മളവിടെ ചോദിക്കുന്ന കേരളത്തിലെ കാര്യങ്ങളെ പറ്റി. അപ്പോൾ ഇത് വിജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ മുഴുവൻ ഇടതുപക്ഷ ആശയങ്ങൾക്കൊരു ശക്തി വരികയാണ്. അപ്പോൾ അത് ഇവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഈ സർക്കാരിനെ തകർക്കുക എന്ന് പറയുന്നത് ഈ കോർപ്പറേറ്റ് മുതലാളിത്തത്തിൻ്റെയും ഹിന്ദുത്വ ശക്തികളുടെ എല്ലാം കൂടെ ഒരു ആവശ്യം കൂടെയാണ്. അല്ലാതെ ഇത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനോടുള്ള വിരോധം എന്ന് പറയുന്നത് ഇടതുപക്ഷ ആശയങ്ങൾ വിജയിച്ചാൽ ഇവരുടെ രാഷ്ട്രീയ മേധാവിത്വത്തിന് ഇളക്കം തട്ടും എന്നുള്ള ഒരു ഇത് കൂടെ ഉണ്ട്. അത് വളരെ പ്രധാനമാണ്. ഇവർ ഈ പണം ഒഴുകുന്നതിൽ അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട്. ഇന്ത്യയിലെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയും കർഷകർക്കെതിരായ നയങ്ങൾക്കെതിരെയുമുള്ള ഒരു സമരമുണ്ട്. ആ സമരത്തെല്ലാം നയിക്കുന്ന കർഷക പ്രസ്ഥാനത്തെയും ഇവർക്കെല്ലാം ഉള്ളൊരു രാഷ്ട്രീയമുണ്ട്. ഈ രാഷ്ട്രീയത്തിന് സമൂഹത്തിൽ എന്തെങ്കിലും ഒരു സ്വാധീനം ഉണ്ടാകുന്നത് ഇവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ മാത്രം താല്പര്യമൊന്നുമല്ല. ഇത് കേരളത്തിലെ കോൺഗ്രസ്സുകാരെയും ഇന്ത്യയിലെ BJP എല്ലാം നിയന്ത്രിക്കുന്ന മുതലാളിത്ത ശക്തികളുടെയും ഹിന്ദുത്വ വർഗീയതയുടെ എല്ലാം ഒരു താല്പര്യമാണ്. ഇപ്പോൾ ഇവർ വിചാരിക്കുന്ന പോലെ ഇവർ പറയുന്ന പോലെ ഒന്നുമല്ലേ, ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെയും BJPയുടെയും എല്ലാം നിയന്ത്രിക്കുന്ന കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങളൊന്നാണ്. അപ്പോൾ ഇത് ആ തലത്തിൽ വേണം നമ്മളിതിനെ കാണാൻ. എനിക്ക് തോന്നുന്നത് ഈ തെലങ്കാനയിലെ ഈ വികസനം എന്ന് പറയുന്ന ഈ പരസ്യം വരുന്നൊരു ടൈമും കൂടെ വളരെ പ്രധാനപ്പെട്ടാണ്. കാരണം വയനാട് വീട് നമ്മുടെ മുഖ്യമന്ത്രി കൈമാറാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് നമ്മുടെ സങ്കടക്കടലിരമ്പങ്ങൾക്കിടയിൽ ചെറിയൊരു സന്തോഷം, ആ സന്തോഷത്തിനിടയിൽ നിൽക്കുന്ന സമയത്താണ് അവിടെ കുറേ വികസന പ്രവർത്തനം നടക്കേണ്ടത്. ഇത് കാണൂ എന്ന് പറഞ്ഞ രീതിയിൽ ഇത് ശരിക്കും ഒരു കെറിവാണ്. കാരണം അസൂയയാണ്, മാത്രമല്ല കുന്നായ്മയാണ്.
പക്ഷെ അത് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കില്ല എന്നും കേരളത്തിലെ ജനങ്ങൾ യഥാർത്ഥത്തിൽ ഏറ്റവും രാഷ്ട്രീയ പ്രബുദ്ധരുള്ള ജനങ്ങളാണ് കേരളത്തിൽ ഇത്തരം വികസനക്ഷേമ പദ്ധതി നടപ്പാക്കുമ്പോൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും ഇത് നടപ്പാക്കാൻ കഴിയും എന്നുള്ളൊരു സന്ദേശം പോവുകയാണ്. അപ്പോൾ അവിടെ ഇതേപോലെ ഒരു ആവശ്യം ഉയരുമ്പോൾ എന്താണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഈ വരുമാനത്തിലെയും സ്വത്തിൻ്റെയും അന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ കോർപ്പറേറ്റുകളുടെ വരുമാനവും വൻകിട മുതലാളിമാരുടെ വരുമാനവും കുതിച്ചു തീരുമ്പോൾ ജനങ്ങളുടെ വരുമാനം ഇടിയുന്നു. പക്ഷേ കേരള വികസനം അങ്ങനെയല്ല. പ്രതിശീർഷ വരുമാനമായാലും ഈ സാമ്പത്തിക അന്തരമായാലും കേരളത്തിൽ കുറവാണ്. അതുകൊണ്ടാണ് കേരളത്തിന് സാമൂഹിക പുരോഗതി ഉണ്ടാകുന്നത്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ ജനങ്ങളും ഇതേപോലൊരു വികസനം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ളാവുന്ന ആരാണ്? കോർപ്പറേറ്റുകളാണ്. അതുകൊണ്ട് ഈ കോർപ്പറേറ്റുകളുടെ താല്പര്യമാണ്, വൻകിട കോർപ്പറേറ്റുകളുടെ താല്പര്യമാണ് കേരള മോഡൽ അട്ടിമറിക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് കേരളത്തോടുള്ളൊരു അസൂയ എന്നതിനുപരി ഈ കേരള മോഡലിൽ ഇന്ത്യ മുഴുവൻ വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ കോർപ്പറേറ്റുകൾക്കും മുതലാളിമാർക്കും അതുപോലെ ബഹിരാഷ്ട്ര കുത്തുകൾക്കും ഉണ്ടാകുന്ന ഒരു തിരിച്ചടിയുണ്ട്. ഇന്ത്യയിലെ മുഴുവൻ ആളുകൾക്ക് ഇതേപോലെ കേരള മോഡൽ വന്നു കഴിഞ്ഞാൽ കോർപ്പറേറ്റുകളുടെ വരുമാനം വൻതോതിലിടുകയും ജനങ്ങളുടെ പുരോഗതി ഉണ്ടാവുകയും ചെയ്യും. അത് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതി കൂടെയാണ് ഈ കേരളത്തിനെതിരായ നീക്കമെന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും കോർപ്പറേറ്റുകളും ഖനിമാഫിയകളും എത്ര കോടികൾ ഒഴുക്കിയാലും എത്ര മാധ്യമങ്ങളെ വിലക്ക് വാങ്ങിയാലും കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളെ വിലക്കെടുക്കുക. കാരണം അവർ കേരളത്തിൽ നടക്കുന്നത് എന്താണെന്ന് നേരിട്ടറിയുന്നത് പുതിയ നമ്മുടെ കൊച്ചു കുട്ടികളടക്കം ഇൻസ്റ്റയിലടക്കം ഇത് കാണുന്നുണ്ട്, അവർ ഷെയർ ചെയ്യുന്നുണ്ട്. കേരളത്തിൽ നടക്കുന്നത് കണ്ണ് തുറന്ന് കാണുന്നൊരു ജനതനെ എല്ലാ കാലത്തും ഇവിടെ ഉള്ളത് ഈ പുതിയ കാലത്തും അത് തന്നെയാണ്, നമുക്ക് ഉറപ്പാണ്. ഏതായാലും കോടികൾ ഒഴുകുന്നതുകൊണ്ട് ആകെ ഉണ്ടാവുന്ന ലാഭം ആ മാധ്യമങ്ങൾക്ക് മാത്രമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അതെ.